ഓം ശാന്തി. ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്ത് ഞാൻ പരമാത്മ ശിവബാബയെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. എൻ്റെ ബുദ്ധിയോഗം ഒരു പരമധാമ നിവാസി ശിവബാബയോട് ചേർത്തിരിക്കുന്നു. പ്രിയ ബാബ, അങ്ങ് പാരലൗകിക പരംപിത പരമാത്മാവാണ്. മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. സത്യമാണ്, ചൈതന്യമാണ്, ആനന്ദസാഗരമാണ്, ജ്ഞാനസാഗരമാണ്. അങ്ങ് പവിത്രതയുടെയും സാഗരമാണ്. എൻ്റെ പ്രിയ ശിവബാബ, അങ്ങ് അനാദിയാണ്, അവിനാശിയാണ്, അൺലിമിറ്റഡാണ്, സദാ പവിത്രമാണ്. എന്നിലുള്ള പഴയതെല്ലാം എടുത്ത് എനിക്ക് പകരം പുതിയത് നൽകുന്നു. ബാബ, അങ്ങ് ജാലവിദ്യക്കാരനാണ്. മുഴുവൻ ലോകത്തെയും പതിതത്തിൽ നിന്നും പാവനമാക്കുന്നു, നരകത്തെ സ്വർഗമാക്കുന്നു. ഇത് അങ്ങയുടെ ഈശ്വരീയ ജാലവിദ്യയാണ്. ബാബ എന്നെ പാവനമാക്കുന്നു, രാജാക്കന്മാരുടെയും രാജാവാക്കുന്നു. വേൾഡ് ഓൾമൈറ്റി അതോറിറ്റി ബാബ, അങ്ങനെക്ക് വേണ്ടി അഖണ്ഡ സുഖമയ രാജ്യത്തിൻ്റെ സ്ഥാപന ചെയ്യുകയാണ്. അങ്ങ് സ്വർഗത്തിൻ്റെ രചന ചെയ്യുന്നു. രാജ്യഭരണം എനിക്ക് നൽകി സ്വയം മുക്തിധാമത്തിലിരിക്കുന്നു. ബാബ, അങ്ങ് നിഷ്കാമ സേവാധാരിയാണ്. സദാ നൽകിക്കൊണ്ടിരിക്കുന്ന ദാതാവാണ്. അളവറ്റ ഖജാന നൽകുന്ന ഭോലാനാഥനാണ്. പ്രാണന്റെയും പ്രാണനായ ബാബ പ്രാണേശ്വരനാണ്. നിരന്തരം ഒരു ബാബയെ ഓർമ്മിച്ച് ഞാൻ നിരന്തരം ആത്മീയ യാത്രയിലിരിക്കുന്നു. മായയെ മന്മനാഭവ എന്ന മന്ത്രത്തിലൂടെ വശത്താക്കുന്നു. ഈ മന്ത്രത്തിൽ എല്ലാ ഖജനാവുകളും അടങ്ങിയിട്ടുണ്ട്. ഇതിലൂടെ ഞാൻ പവിത്രമായി മാറുന്നു. ഞാൻ ആത്മാവിൻ്റെ സുരക്ഷയ്ക്കുള്ള നമ്പർ 1 സാധനയാണ് ഓർമ്മയുടെ യാത്ര. ഓർമ്മയിലൂടെ ഞാൻ മായയുടെ മേലെ വിജയം നേടുന്നു. എൻ്റെ സ്വഭാവം നല്ലതാക്കുന്നു. പതിത കർമ്മേന്ദ്രിയങ്ങൾ സ്വതവേ ശാന്തമാകുന്നു. ജ്ഞാനമാകുന്ന വാളിൽ ഓർമ്മ മൂർച്ചയാണ്. ഞാൻ എൻ്റെ പെരുമാറ്റം മറ്റുള്ളവർക്ക് ദുഃഖം നൽകുന്നതല്ലോ എന്ന് ശ്രദ്ധ വയ്ക്കുന്നു. പരിധിയില്ലാത്ത വിദേഹി ബാബ വന്ന് പഠിപ്പിക്കുന്നു. ബാബ എന്നെയും വിദേഹിയാക്കുന്നു. ഞാൻ മന്മനാഭവ മന്ത്രത്തിലൂടെ
പവിത്രമാകുന്നു. ഈ പുരുഷാർത്ഥത്തിലൂടെ ഞാൻ സ്വയം സംരക്ഷിതനും ശക്തിശാലിയുമായ മഹാവീരനായി മാറുന്നു. ഡ്രാമ അനുസരിച്ച് എല്ലാം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ജ്ഞാനത്തിൻ്റെ ബാണമെടുത്ത് ബാബയുടേതായി മാറുന്നു, അഥവാ മറുജീവയാകുന്നു. ഇല്ലെങ്കിൽ ജ്ഞാനവാളിൽ പോരായ്മയുണ്ട്. ഓർമ്മയിലൂടെ ജ്ഞാനവാളിന് മൂർച്ചയുണ്ടാകുന്നു, ശക്തി ലഭിക്കുന്നു. ദേഷ്യത്തിൻ്റെ അന്തരീക്ഷമില്ലാതാക്കാനുള്ള പരിശ്രമം ഞാൻ ചെയ്യുന്നു. ഓർമ്മയിലിരുന്ന് മധുരമായി മാറുന്നു. ബാബ വന്ന് എല്ലാവർക്കും മുക്തി, ജീവൻ മുക്തി നൽകുന്നു. ഞാൻ ഉയർന്നതിലും ഉയർന്ന ദേവതയാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുകയാണ്. ഒരേ ഒരു ബാബ വന്ന് എന്നെ ഉയർന്നതാക്കി മാറ്റുന്നു. കഴിഞ്ഞുപോയ സ്വർഗം വീണ്ടും ഉണ്ടാക്കുന്നു. എനിക്കിപ്പോൾ ശിവാലയത്തിലേക്ക് പോകണം. അതിനായി ഞാൻ ശിവബാബയെ ഓർമ്മിക്കുന്നു. എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകുന്ന വഴികാട്ടിയാണ് ബാബ. എൻ്റെ ബാറ്ററി കാലിയായിരിക്കുന്നു. ഞാൻ ബാബയിൽ നിന്നും കാലിയായ ബാറ്ററി ചാർജ് ചെയ്യുന്നു. അപ്പോൾ എന്നിൽ ശക്തി വരുന്നു. മുഖ്യമായത് ഓർമ്മയാണ്. ഞാൻ ഈ ജന്മത്തിൽ ചെയ്ത പാപങ്ങളെല്ലാം അവിനാശി സജന്റെ മുന്നിൽ വർണ്ണിക്കുന്നു. പിന്നെ വെക്കുന്നില്ല. ഇതെന്റെ അന്തിമ ജന്മമാണ്. കർമാതീത അവസ്ഥയുണ്ടാവുമ്പോൾ കർമ്മേന്ദ്രിയങ്ങൾ ശീതളമാകുന്നു, ശാന്തമാകുന്നു. ഞാൻ ഇന്നലെ മൃത്യുലോകത്തിൻ്റെ അധികാരിയായിരുന്നു. ഇന്ന് അമരലോകത്തിൻ്റെ അധികാരിയായി മാറുന്നു. ഈ പഠിപ്പിനെയാണ് സമർപ്പണമെന്ന് പറയുന്നത്. ഇത് ഈശ്വരീയ മിഷനറിയാണ്. ഈശ്വരനിരുന്ന് ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. ഞാൻ മധുരമായ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നു. ബാബയുടെ സമാനം വിദേഹിയാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഓർമ്മയുടെ ബലത്തിലൂടെ സ്വഭാവത്തെ മധുരമാക്കുന്നു. ഞാൻ സംഗമയുഗിയാണെന്ന ലഹരിയിലിരിക്കുകയാണ്. ബാബ പുതിയ ലോകത്തിൻ്റെ അധികാരിയാക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അശുദ്ധ ചിന്തകളെ സമാപ്തമാക്കുന്നു. ഞാൻ ബാബയുടെ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ബാബയുടെ വരദാനമാണ് അകാല സിംഹാസനത്തിലും ഹൃദയ സിംഹാസനത്തിലും ഇരുന്ന് സദാ ശ്രേഷ്ഠ കർമ്മം ചെയ്യുന്ന കർമ്മയോഗിയായി ഭവിക്കട്ടെ. ഞാൻ
ബാബയുടെ ഹൃദയ സിംഹാസനധാരിയായി ബാബയുടെ സമ്പത്തിന്റെ അധികാരിയാകുന്നു. ഞാൻ അകാല സിംഹാസനധാരിയായി സ്വരാജ്യ അധികാരിയായി മാറുന്നു. രണ്ട് സിംഹാസനധാരിയായി കർമ്മയോഗിയാകുന്നു. എൻ്റെ എല്ലാ കർമ്മേന്ദ്രിയങ്ങളും നിയമത്തിനും ഓർഡറും അനുസരിച്ച് നടക്കുകയാണ്. ആരാണോ സദാ സ്വമാനത്തിൻ്റെ സീറ്റിൽ സെറ്റായിരിക്കുന്നത് അവരാണ് ഗുണവാനും മഹാനും. ഓം ശാന്തി.